സിറിയയിലെ US ആക്രമണം തകർത്തത് 17ലധികം ഐസിസ് ക്യാമ്പുകളെ. ദിവസങ്ങൾക്ക് മുൻപാണ് സിറിയയിലെ പാൽമിറ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഐസിസ് ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് അമേരിക്കയുടെ കടുത്ത വ്യോമാക്രമണം ഉണ്ടായത്. 2 അമേരിക്കൻ സൈനികരെയും 1 അമേരിക്കൻ സിവിലിയനെയും വധിച്ചതിന് പ്രതികാരമായിട്ടാണ് അമേരിക്ക സിറിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ, പ്രത്യേകിച്ച് സെൻട്രൽ സിറിയ അടക്കമുള്ള വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്ലാമിക് ജിഹാദ് സംഘടനകൾക്കെതിരെ വലിയ ആക്രമണം നടത്തിയത്. അമേരിക്കയുടെ B-2 ബോംബറുകളും അമേരിക്കയുടെ ഡ്രോൺ ചെയ്ത മിസൈലുകളും അതുപോലെ തന്നെ അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ഈ ആക്രമണത്തിൽ പങ്കെടുത്തിരുന്നു. നിരവധി ഓപ്പറേഷൻ ഹോക്കെ എന്ന് പേരിട്ട് വിളിച്ച ഈ ആക്രമണത്തിൽ നിരവധി അമേരിക്കൻ ഹെലികോപ്റ്ററുകളും പങ്കെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുലർച്ചയോടുകൂടി അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ സിറിയയ്ക്കുള്ളിലേക്ക് കടക്കുകയും സിറിയയിലെ 17 ഐസിസ് ബാധിത കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുകയും ചെയ്തത്. നിരവധി ഐസിസ് ഭീകരന്മാരെ ഈ ആക്രമണത്തിൽ അമേരിക്ക വധിച്ചു എന്നുള്ള വാർത്തകളാണ് പിന്നീട് പുറത്തു വന്നത്. ഇപ്പോൾ ഇതാ സിറിയയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത്. 2024 ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ആദ്യമായിട്ടാണ് അമേരിക്കൻ സേന സിറിയയ്ക്കുള്ളിൽ ആക്രമണം നടത്തുന്നത്. ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ ഇസ്രായേൽ 2-3 ദിവസം നീണ്ടുനിന്ന കനത്ത വ്യോമാക്രമണങ്ങൾ സിറിയയിലേക്ക് നടത്തിയിരുന്നു. അതൊക്കെ തന്നെ സിറിയയ്ക്കുള്ളിലെ ഇറാന്റെയും മറ്റു രാജ്യങ്ങളുടെയും ആയുധ ഡിപ്പോകൾ തകർക്കാനും ആയുധ കരുത്ത് ഇല്ലാതാക്കാനും വേണ്ടിയായിരുന്നു. ഈ ആയുധങ്ങൾ ഒരിക്കലും തങ്ങളുടെ ശത്രു രാജ്യങ്ങൾക്ക് പിന്നീട് ലഭിക്കരുത്, ഇതായിരുന്നു ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് 2-3 ദിവസം നീണ്ടുനിന്ന വലിയ വ്യോമാക്രമണങ്ങൾ സിറിയയ്ക്കുള്ളിലെ വിവിധ മേഖലകളിലേക്ക് ഇസ്രായേലി സേന നിരന്തരമായി നടത്തിയത്. ആ ആക്രമണത്തിൽ സിറിയയ്ക്കുള്ളിലെ ആയുധ കടത്തിന്റെ അല്ലെങ്കിൽ ആയുധ കൂമ്പാരത്തിന്റെ 95% തകർക്കാൻ ഇസ്രായേലി സേനയ്ക്കായി. എന്തിനേറെ പറയുന്നു, പാൽമിറയ്ക്ക് സമീപമുള്ള കൂറ്റൻ പർവ്വതങ്ങളുടെ അടിഭാഗത്ത് തുരന്ന വലിയ ബങ്കറുകളിൽ, വലിയ തുരങ്കങ്ങളിൽ സൂക്ഷിച്ചിരുന്ന ആയുധങ്ങൾ വരെ ഇസ്രായേലി സേനയുടെ കടുത്ത ബോംബിങ്ങിൽ തരിപ്പണമാക്കി. ക്ലസ്റ്റർ ബോംബറുകളും അതുപോലെ തന്നെ 10 കണക്കിന് ഭാരമുള്ള വലിയ ബോംബുകളുമാണ് ഇതിനായി ഇസ്രായേലി സേന ഉപയോഗിച്ചത്. ഈ ആക്രമണത്തിലാണ് ഇറാനിൽ സൂക്ഷിച്ചിരുന്ന ആയുധ ഡിപ്പോകളും ആയുധ കേന്ദ്രങ്ങളും ഒക്കെ തന്നെ ഇസ്രായേലി സേന തകർത്ത് ചാരമാക്കിയത്. ഇതിൽ ഹൂതികൾക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു, ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു, ഇറാന് വേണ്ടിയുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു, സിറിയയ്ക്കുള്ളിലെ മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വേണ്ടി നിർമ്മിച്ചതും കടത്തിക്കൊണ്ടുവന്നതുമായിട്ടുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നു. ഇവയെല്ലാം തന്നെ സൂക്ഷിച്ചിരുന്നത് സിറിയയ്ക്കുള്ളിലായിരുന്നു. ലോകത്തിലെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ഹബ്ബും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ആയുധ പുരയും തന്നെയായിരുന്നു ഒരു കാലത്ത് സിറിയ. ബാഷർ അൽ അസദ് ഭരണകൂടം ലോകത്തെ എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കും ആവശ്യമായ ആയുധങ്ങളും മയക്കുമരുന്നുകളും അടക്കം നിർമ്മിച്ച് കടത്തിക്കൊണ്ടു കൊടുക്കുന്ന ഒരു ഇടനിലക്കാരായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ നിയന്ത്രിക്കാനും അവയെ താഴെയിറക്കാനുമായി ആക്രമണം ആരംഭിച്ചത് ഈ ഇസ്രായേൽ സേന തന്നെയായിരുന്നു. 15 ദിവസം നീണ്ടുനിന്ന വിമത സൈനിക നീക്കത്തിലാണ് ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചത്. അതിന് പിന്നിലും മൊസാദിന്റെ കൃത്യമായ ചരടുവലി ഉണ്ടായിരുന്നു. ഒടുവിൽ ബാഷർ അൽ അസദ് എന്ന സിറിയ കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരിക്ക് സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ട് റഷ്യയിലേക്ക് അഭയത്തിൽ കൊണ്ടുപോകാനുള്ള സഹായവും ചെയ്തത് ഈ മൊസാദ് തന്നെയായിരുന്നു. അതിന് പ്രത്യുപകാരമായി എവിടെയൊക്കെയാണോ സിറിയയ്ക്കുള്ളിൽ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, എവിടെയൊക്കെയാണോ ആയുധ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്, എവിടെയൊക്കെയാണോ ആയുധ കടത്ത് നടത്തിയിട്ടുള്ളത്, അത് സംബന്ധിച്ച കൃത്യമായ ബ്ലൂ പ്രിന്റ് ബാഷർ അൽ അസദ് മൊസാദിന് നൽകി. അതിന്റെ അടിസ്ഥാനത്തിൽ തൊട്ടടുത്ത മണിക്കൂറുകൾ മുതൽ സിറിയയ്ക്കുള്ളിലെ ആയുധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലി സേനയുടെ കനത്ത വ്യോമാക്രമണം ഉണ്ടായി. ആ വ്യോമാക്രമണത്തിൽ ഈ ആയുധ കൂമ്പാരങ്ങളെല്ലാം തരിപ്പണമായി, ആയുധ കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു, ആയുധ ഡിപ്പോകളെല്ലാം തന്നെ ചാരമായി. ഇതായിരുന്നു സിറിയയിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും രൂക്ഷമായ ആക്രമണത്തിന്റെ ബ്ലൂ പ്രിന്റ്. അതിന് പിന്നാലെ 2ാം തവണ അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളും ദിവസങ്ങൾക്ക് മുൻപാണ് സിറിയയിൽ ആക്രമണം നടത്തിയത്. ആ ആക്രമണം മറ്റൊന്നിനുമായിരുന്നില്ല, സിറിയയ്ക്കുള്ളിലെ ഐസിസിന്റെ 17 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയായിരുന്നു. അമേരിക്കൻ സേനയെ തൊട്ടതിന്റെ ഒരു തിരിച്ചടിയാണ് ഐസിസിനായി അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ നൽകിയത്. 2 അമേരിക്കൻ സൈനികരെയും 1 അമേരിക്കൻ സിവിലിയനെയും വധിച്ചു ഇസ്ലാമിക് സ്റ്റേറ്റ്. ആ ഇസ്ലാമിക് സ്റ്റേറ്റിന് തിരിച്ചടി നൽകുക എന്നുള്ളതായിരുന്നു ഈ ആക്രമണത്തിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത്. ആ ആക്രമണം അമേരിക്ക കൃത്യമായി തന്നെ നടപ്പാക്കുകയും ചെയ്തു. വെനിസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ മറ്റൊരു ആക്രമണത്തിന് ഇറാനിലേക്ക് തയ്യാറെടുക്കുകയാണ് അമേരിക്കൻ സേന.
വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂരോ. ആ നിക്കോളാസ് മദൂരോയെ തട്ടിക്കൊണ്ടുപോവുകയും ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ വിചാരണ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. മഡൂരോയ്ക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് സമാനമായ മറ്റൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാന് നേരെയും. ഇറാനിലെ ആയത്തുൽ അലി ഖമേനി ഭരണകൂടത്തെ നിലംപരിശാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. അമേരിക്കയുടെ ഈ ആക്രമണ പദ്ധതി ഇറാൻ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷം വേണമെങ്കിലും ഒരാക്രമണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇറാനിലേക്ക് ഉണ്ടാകുമെന്നുള്ള വലിയ മുന്നറിയിപ്പ് ഇപ്പോൾ അമേരിക്ക നൽകുന്നുണ്ട്. സിറിയയ്ക്കുള്ളിലെ ഐസിസ് കേന്ദ്രങ്ങളിലേക്ക് നേരത്തെ തന്നെ ഇസ്രായേലിന്റെ ഡ്രോൺ ആക്രമണങ്ങളും വ്യോമാക്രമണങ്ങളും സജീവമായിരുന്നു. ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ അൽഷാരായുടെ നേതൃത്വത്തിലുള്ള വിമത സേനയാണ് സിറിയയുടെ ഭരണം കൈയാളിയത്. ഈ വിമത സേനയ്ക്കും ഇസ്രായേൽ അതിർത്തികളിൽ വലിയ താല്പര്യങ്ങളുണ്ടായിരുന്നു. നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ യോജിപ്പിച്ചുകൊണ്ടുള്ളതായിരുന്നു ഈ വിമത സേനയും. എന്നാൽ തുടക്കം മുതൽ തന്നെ തങ്ങളുടെ അതിർത്തികൾ സുരക്ഷിതമാക്കാനും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിമത ആക്രമണത്തെ നേരിടാനുമുള്ള എല്ലാ സംവിധാനങ്ങളും അതിർത്തികളിൽ ഇസ്രായേൽ സേന സജ്ജമാക്കി. ഇതിനു പിന്നാലെയാണ് അൽഷാര ഭരണകൂടത്തിന്റെ അടക്കമുള്ള തീവ്രവാദ ഇടപെടലുകൾക്ക് നേരെ അതിർത്തികളിൽ അതിശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുത്തത്. മാസങ്ങൾക്ക് മുമ്പ് തന്നെ സിറിയയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേലി സേന കടന്നുകയറി ആക്രമണം നടത്തിയിരുന്നു. തുർക്കിയും ഇറാനും അടക്കമുള്ളവർ ഈ ആക്രമണത്തെ വലിയ തോതിൽ ആക്ഷേപിക്കുകയും സിറിയയ്ക്കുള്ളിലുള്ള ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങൾ ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്നതല്ല എന്ന് പരസ്യമായി തന്നെ പറയുകയും ചെയ്തു. എന്നാൽ തുർക്കിയുടെയോ ഇറാന്റെയോ ഈ വാക്കുകളെ ഇസ്രായേൽ ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തുടർന്ന് ഇസ്രായേലിന് നേരെ ഇസ്ലാമിക രാജ്യങ്ങൾ ഒന്നിച്ച ഒരു ആക്രമണത്തിന് ചില ശ്രമങ്ങളുണ്ടായി. എന്നാൽ അതിനെയും ഇസ്രായേൽ വില കൊടുത്തില്ല. ഒടുവിൽ എന്തു സംഭവിച്ചു? അതിർത്തികളിൽ തങ്ങൾ ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാക്കില്ല എന്നും ഇനിയും തങ്ങളുടെ രാജ്യത്തേക്ക് കടന്നുകയറി ആക്രമണം നടത്തരുത് എന്നും കൈകൂപ്പിക്കൊണ്ട് സിറിയയ്ക്ക് ഇസ്രായേലിനോട് പറയേണ്ടി വന്നു. അൽഷാരയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നിൽ കൈകൂപ്പേണ്ടി വന്നു. ഒടുവിൽ സിറിയയ്ക്കുള്ളിലുള്ള ആക്രമണത്തിൽ നിന്ന് ഇസ്രായേൽ സേന പതിയെ പിന്മാറുകയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 17 ഐസിസ് കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായത്. ഓപ്പറേഷൻ ഹോക്കെ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ആക്രമണത്തിൽ ഡസൻ കണക്കിന് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകളും B-2 ബോംബറുകളും പങ്കെടുത്തു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഈ ആക്രമണം സിറിയയ്ക്കുള്ളിലെ ഐസിസിന്റെ നട്ടെല്ല് തകർത്തു. ഐസിസിന്റെ പ്രധാനപ്പെട്ട 17 ഓപ്പറേഷൻ സെന്ററുകളെ തകർത്തരിപ്പണമാക്കി എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് പിന്നാലെയാണ് വെനിസ്വേലയിലെ നിക്കോളാസ് മദൂരോ ഭരണകൂടത്തിനെ പിടികൂടാനുള്ള ആക്രമണം അമേരിക്കൻ സേന ആരംഭിച്ചത്. നിക്കോളാസ് മദൂരോയ്ക്ക് നേരെയുള്ള ആക്രമണത്തിന് സമാനമായ ആക്രമണം ഇറാനിലേക്ക് നടത്താനാണ് ഇപ്പോൾ അമേരിക്കയുടെ അടുത്ത പദ്ധതി. അതിനുവേണ്ടി ഇറാന് ചുറ്റുമുള്ള സൈനിക ബേസുകളിൽ, ഇറാന് ചുറ്റുമുള്ള തുറമുഖങ്ങളിലൊക്കെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകളും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും ഇപ്പോൾ ഇതിനകം തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി പുറത്തു വരുന്നത്.